Semester 2 Complementary Electronics. Chapter 20 we continue load line and DC bias circuits. And today the class number is E47 voltage divider bias and AC load line problems. Voltage divider bias and AC load line problems. This is Complementary Electronics Semester 2. അപ്പോൾ ഇത് BSc ഫിസിക്സ് മെയിൻകാരുടെ കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് ആണ് സെമിസ്റ്റർ 2. അതിൽ 20th ചാപ്റ്റർ ലോഡ് ലൈൻ ആൻഡ് DC ബയസ് സർക്യൂട്ട് എന്നുള്ള ഭാഗം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ചെറിയ ടോപ്പിക്കായ വോൾട്ടേജ് ഡിവൈഡർ ബയസ് ആൻഡ് AC ലോഡ് ലൈൻ പ്രോബ്ലംസ്. ഈ വോൾട്ടേജ് ഡിവൈഡർ ബയസ് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാറുള്ളതാണ്. വോൾട്ടേജ് ഡിവൈഡർ ബയസ് ഓർ ഇറ്റ് ഈസ് കോൾഡ് എമിറ്റർ ബയസ്, സെൽഫ് ബയസ്, അങ്ങനെ പല പേരിൽ അറിയപ്പെടും. യൂണിവേഴ്സൽ ബയസ് സർക്യൂട്ട്, അങ്ങനെയൊക്കെ പേരുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഈ വോൾട്ടേജ് ഡിവൈഡർ ബയസ് ആക്ച്വലി നമ്മൾ ഇത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. അത് ക്ലാസ് നമ്പർ 39 നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ നിങ്ങൾ നോക്കിയാൽ മതി. വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് അല്ലെങ്കിൽ ആ യൂണിവേഴ്സൽ സ്റ്റെബിലൈസേഷൻ സർക്യൂട്ട്, universal voltage stabilization circuit that we have seen in class number 39. You refer that class, voltage divider bias, and in this class we mainly focus upon AC load line problem. AC load line എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു ഡെഫിനിഷനായിട്ട് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. Today we mainly do AC load line problem, and what is AC load line that we have seen. When we draw DC load line along with when AC is applied, we can draw AC load line also. Look at the graph. For drawing DC load line, we need two parameters, that is VCE on the x-axis and IC on the y-axis. VCE is the collector emitter voltage of a transistor and IC is the collector current. The graph obtained AB, that is called DC load line. Along with this, when we apply AC and we draw another load line which is CD is called AC load line, and CD, that is AC load line, has a greater slope. AC load line has a greater slope, and these two load lines meet at a point Q, and Q is called the operating point, Qcent point, that is VCQ, ICQ. Q is the operating point. അപ്പോൾ AC ലോഡ് ലൈൻ എന്താണെന്ന് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രോബ്ലത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ DC ലോഡ് ലൈനിൽ തന്നെയാണ്, ആ ഗ്രാഫിൽ തന്നെയാണ് നമ്മൾ AC ലോഡ് ലൈൻ വരക്കാറുള്ളത്. ചിത്രത്തിൽ AB ആണ് DC ലോഡ് ലൈൻ, CD ആണ് DC ലോഡ് ലൈൻ, CD ആണ് AC ലോഡ് ലൈൻ. ഈ രണ്ട് ലോഡ് ലൈനുകളും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ക്യൂവിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ്. VCQ, ICQ എന്ന് പറയും. അപ്പോൾ ലോഡ് ലൈനിൻ്റെ ഡെഫിനിഷൻ അത് നേരത്തെ പഠിച്ചതാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. ഡെഫിനിഷൻ: AC load line is defined as the line along which operating point Q shifts up and down when changes of output voltage and current of an amplifier are caused by an AC signal. ഒരു AC സിഗ്നൽ കൊടുക്കുമ്പോൾ ആ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷിഫ്റ്റ് ഏത് ലൈനിലൂടെ പോകും, ആ ലൈനെ വിളിക്കുന്ന പേരാണ് AC ലോഡ് ലൈൻ. AC load line is defined as the line along which operating point Q shifts up and down when changes of output voltage and current of an amplifier are caused by an AC signal. AC സിഗ്നൽ മൂലം ആംപ്ലിഫയറിൻ്റെ കറണ്ട് വോൾട്ടേജും മാറുമ്പോൾ അത് റെപ്രസെൻ്റ് ചെയ്യുന്ന Q പോയിന്റ് ഷിഫ്റ്റ് ചെയ്യും, അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യും ഒരു ലൈനിലൂടെ. ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് AC ലോഡ് ലൈൻ. അപ്പോൾ AC ലോഡ് ലൈനിലും പഴയതുപോലെ രണ്ട് പോയിൻ്റ് ഉണ്ട്. ഒന്ന് സാച്ചുറേഷൻ പോയിൻ്റ്, അതർ ഈസ് കട്ട് ഓഫ് പോയിൻ്റ്. അറ്റ് സാച്ചുറേഷൻ പോയിൻ്റ് C
IC sat, the saturation current is equal to ICQ, operating point current, ICQ plus VCQ by RAC. RAC is the effective resistance, that is RC parallel RL. And similarly, we write VC cutoff, the cutoff point voltage. VC cutoff is equal to VCQ plus ICQ into RAC. These two equations you have to remember in order to do problems. പ്രോബ്ലം ചെയ്യുന്നതിന് ഈ രണ്ട് ഇക്വേഷൻ ഓർത്തിരിക്കണം. ഒന്ന് ഐ സി സാറ്റ് ഇക്വേഷൻ, രണ്ടാമത്തെ വി സി കട്ട് ഓഫ് ഇക്വേഷൻ. ഐ സി സാറ്റ്, ദ സാച്ചുറേഷൻ കളക്ടർ കറണ്ട് ഈസ് ഈക്വൽ ഐ സി ക്യൂ, ഓപ്പറേറ്റിംഗ് പോയിന്റ് കറണ്ട്, പ്ലസ് വി സി ക്യൂ ബൈ ആർ എ സി. വി സി കട്ട് ഓഫ് ഈസ് ഈക്വൽ ടു വി സി ക്യൂ പ്ലസ് ഐ സി ക്യൂ ഇൻറ്റു ആർ എ സി. അപ്പോൾ അതിനൊരു ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ എ സി ലോഡ് ലൈൻ ആൻഡ് ഗിവ് ദി വാല്യൂസ് ഓഫ് സാച്ചുറേഷൻ കറണ്ട് ആൻഡ് കട്ട് ഓഫ് വോൾട്ടേജ് എന്ന് ചോദിച്ചാൽ ഷോർട്ട് ആൻസർ ആണെങ്കിൽ മുകളിൽ കാണുന്ന എഴുതാം. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം ആരംഭിക്കുകയാണ്. എ സി ലോഡ് ലൈൻ പ്രോബ്ലം. ഡ്രോ ഡി സി ആൻഡ് എ സി ലോഡ് ലൈൻസ്. രണ്ട് ലൈനും വരയ്ക്കണം. ഡ്രോ ഡി സി ആൻഡ് എ സി ലോഡ് ലൈൻസ് ഫോർ ദി സർക്യൂട്ട് ഷോൺ ബിലോ. വാട്ട് ഈസ് ദി മാക്സിമം പീക്ക് ടു പീക്ക് സിഗ്നൽ ദാറ്റ് ക്യാൻ ബി ഒബ്റ്റൈൻഡ്. അപ്പോൾ താഴെ പറയുന്ന കേസിൽ എ സി ലോഡ് ലൈനും ഡി സി ലോഡ് ലൈനും വരയ്ക്കുക. എന്നിട്ട് ഈ എ സി കൊടുക്കുമ്പോഴുള്ള മാക്സിമം പീക്ക് ടു പീക്ക് സിഗ്നൽ അതെന്താണെന്ന് റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് സർക്യൂട്ട് ഡയഗ്രാം. ഇതൊരു വോൾട്ടേജ് ഡിവൈഡർ ബയസിൻ്റെ സർക്യൂട്ടാണ്. അപ്പോൾ അവിടെ R1, R2, RC, RE, VCE, VE, സപ്ലൈ സോഴ്സ് എല്ലാം കാണിച്ചിട്ടുണ്ട്. RC കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പാസിറ്റർ ആദ്യം കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്റർ ശരിക്കും പറഞ്ഞാൽ ഈ ലോഡ് ലൈൻ കണ്ടുപിടിക്കുന്നതിൽ കപ്പാസിറ്ററിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആംപ്ലിഫയറായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഈ കപ്പാസിറ്റർ വരുന്നത്. അപ്പോൾ ലോഡ് ലൈൻ അനാലിസിസിൽ കപ്പാസിറ്റി വരുന്നതല്ല എന്ന് ഓർക്കുക. അപ്പോൾ ആൻസർ മുൻകൂറായിട്ട് ഇവിടെ കുറിച്ചിട്ടുണ്ട്. ആ ലെഫ്റ്റിൽ കാണുന്നത് ആൻസറാണ്. അവിടെ നമ്മൾ ഡി സി ലോഡ് ലൈൻ വരച്ചിട്ടുണ്ട്, എ സി ലോഡ് ലൈനും വരച്ചിട്ടുണ്ട്. അപ്പോൾ ഡി സി ലോഡ് ലൈൻ എ ബി ആണ്. എ ബിയിൽ എ എന്നുള്ളത് സാച്ചുറേഷൻ പോയിൻറ്റ്, ബി കട്ട് ഓഫ് പോയിൻറ്റ് 20 വോൾട്ടാണ്. സാച്ചുറേഷൻ പോയിൻറ്റിൽ എം എ അത് ICMA അത് 3+2, അതായത് 5K കൊണ്ട് 20 ഹരിക്കുമ്പോൾ 4MA ആണ് കിട്ടുന്നത്. 4 ആണ് എഴുതിയിരിക്കുന്നത് തോന്നുന്നു നമുക്ക്. 4 5 20/20 ഇവിടെ എത്രയുണ്ട്? 5 ഉണ്ട്. അപ്പോൾ 20/5 4 ആയിരുന്നു. പിന്നെ അതിന് മുകളിലൊരു കറണ്ട് സിയിൽ കാണിച്ചിട്ടുണ്ട്. അതാണ് CD ആണ് എ സി ലോഡ് ലൈൻ. സിയിലെ കറണ്ടാണ് IC സാറ്റ് എ സി ലോഡ് ലൈനിൽ. അത് 5.33 MA ആണ്. അപ്പോൾ ഡി ആണ് വി സി കട്ട് ഓഫ്. അതിൻ്റെ വാല്യൂം അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 16 വോൾട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് 10 വോൾട്ട് 2MA അതെല്ലാം ഒന്ന് കണ്ടുപിടിച്ച് കാണിക്കുക. അപ്പോൾ വായിക്കാൻ പറ്റാത്തത് ഉത്തരത്തിലൂടെ കാണാം. ഫോർ കളക്ടർ സർക്യൂട്ട് നമ്മൾ സാധാരണ എഴുതാറുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, കളക്ടർ സർക്യൂട്ട് VCC = ICRC പ്ലസ് VCE പ്ലസ് IERE. നേരെ കിഴിപ്പോട്ട് KVL അപ്ലൈ ചെയ്താൽ മതി. ക്രിച്ചപ്സ് വോൾട്ടേജ് ലോ കൊടുത്താൽ മതി. ഇങ്ങനെ കിട്ടും. When we apply Kirchhoff's voltage law for a collector circuit, we get VCC = ICRC plus VCE plus IERE. And you know, IE is nearly equal to IC, therefore VCC = ICRC plus VCE plus ICRE. IC is taken as common factor. VCC = IC into RC plus RE plus VCE. Then at the saturation point, VCE = 0. Saturation. Initially, we say DC load line. At the saturation point, VCE = 0. Therefore, VCC = IC into RC plus RE plus 0. IC sat is equal to VCC by RC plus RE 20/3 plus 2, 20/5, 4. അപ്പോൾ എ എന്നുള്ള പോയിന്റ് 4 കാണിക്കുന്ന 4 മില്ലി ആംപിയർ കാണിക്കുന്നതാണ്. എ ബി ആണല്ലോ DC ലോഡ് ലൈൻ എന്നുള്ള പോയിന്റ് 4 മില്ലി ആംപിയർ. ഇനി അറ്റ് കട്ട് ഓഫ് പോയിന്റ് ബി IC 0, therefore VCC = VCC, VCE = VCC 20 volt. That is also marked. 20 volt we can easily read in the figure. Now for
base circuit I1 is equal to VCC by R1 plus R2, that is 20 by 21 MA. Therefore, I2 is also 1 MA. I1 is nearly equal to I2 എന്നാണ് നമ്മൾ പഠിക്കുന്നത്. Therefore, V2 is I2 R2, that is 1 into 4 volt. V2 is VBE plus IRA, that is 4 is 0 plus. Since VBE is not given, we take it as 0. 4 is equal to 0 plus ICRA. IC is IE. 4 is ICRA. That is 4 is equal to IC into 2. IC is 4 by 2 MA. And VC equal to VCC minus IC into RC plus RA. That is 20 minus 2 into 3 plus 2. That is 20 minus 10. 10 volt. 10 is 10 volt. 10 volt is VCE. Therefore, operating point. At operating point Q, VCE, IC, we can write as 10 volt 2 MA. It is a midpoint. It is a midpoint of the DC load line. Then for AC load line, IC is at is ICQ plus VCQ by RAC. RAC is calculated here. RC into RL by RC plus RL, parallel connection. Since RL is not given, we take RC as RC itself. Therefore, 2 into 10 by RAC. 2 plus 10 by 3, that is 2 plus 3.33, 5.33 MA. Now, cutoff point is BCE, cutoff point D. BC equal VCQ plus ICQ into RAC, it is 10 plus 2 into 3, 10 plus 16 volt. അപ്പോൾ ഇതാണ് CD എന്ന് പറയുന്ന AC ലോഡ് ലൈനിലെ പോയിന്റുകൾ. ഇനി നമ്മൾ പീക്ക് ടു പീക്ക് AC ഷിഫ്റ്റ് കാരണം പീക്ക് ടു പീക്ക് AC ഷിഫ്റ്റ് ഇവിടെ നമ്മളൊരു AC സിഗ്നൽ സൈൻ വേവ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. മാക്സിമം മുകളിൽ +6 ആണ്, താഴെ -6 ആണ്. ഈ +6 -6 എങ്ങനെ കിട്ടുന്നു നിങ്ങൾ നോക്കുക. ഓപ്പറേറ്റിംഗ് പോയിന്റിൽ വോൾട്ട് 10 വോൾട്ടാണ്. അപ്പോൾ നമുക്കിവിടെ BC AC ലോഡ് ലൈൻ കിട്ടുന്നത് VC കട്ട് ഓഫ് അത് കിട്ടുന്നത് 16 വോൾട്ടാണ്. അപ്പോൾ ആ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ 10ഉം ഈ 16 6 വ്യത്യാസമുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. DC ഓപ്പറേറ്റിംഗ് പോയിന്റ് ഈസ് 10 വോൾട്ട്. It is shifted to 16 volt in one direction. So, change in peak to peak value is 6 plus 6, 12. അപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റിലെ വോൾട്ട് 10 വോൾട്ടാണ് VCQ. നമുക്കിവിടെ ഈ AC ലോഡ് ലൈനിലെ മാക്സിമം വോൾട്ടേജ് കിട്ടുന്നത് 16 വോൾട്ടാണ്. ഡിഫറൻസ് 6 ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ AC 1 ഡയറക്ഷനിൽ 6 ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അനദർ ഡയറക്ഷനിൽ -6. അപ്പോൾ 6 plus 6 അങ്ങനെ 12 വോൾട്ടാണ് ഈ പീക്ക് ടു പീക്ക് AC ഷിഫ്റ്റ്. ഒരു കണക്ക് കൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെയും അത് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഇവിടെ സർക്യൂട്ട് തന്നിരിക്കുകയാണ്. ഇവിടെ വ്യത്യാസം എന്നുള്ളത് ഒരു RL കൂടി കൊടുത്തിട്ടുണ്ട്. RCയുടെ കൂടെ ഒരു കപ്പാസിറ്റി ഇട്ടിട്ട് ഒരു RL കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ RL കൂടി പരിഗണിക്കേണ്ടി വരും. കപ്പാസിറ്റി പരിഗണിക്കേണ്ട കാര്യമില്ല ലോഡ് ലൈൻ കണക്ക് കൂട്ടുമ്പോൾ. ലോഡ് ലൈനും വാല്യൂസ് കണക്ക് കൂട്ടുമ്പോൾ കപ്പാസിറ്റി പരിഗണിക്കേണ്ടതില്ല. പക്ഷേ RL പരിഗണിക്കണം. RL ആണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്, RCയുടെ കൂടെ റൈറ്റിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെയും ആൻസർ പഴയതുപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. AB is the DC load line, CD is the AC load line, the Q point is marked 10 volt 2 MA, and at B, BCE equal to VCC 20 volt, and at A, the current is 4 MA. And then we have drawn CD. You mark the figure, note the values.
In case any doubt about the values returned, we can see in the following part. So here, for collector circuit, VCC equal to ICRC plus VC plus IRA. 20 is ICRC plus VC plus ICRA, since I is equal to IC. 20 is equal to IC into RC plus RA plus VCE. 20 is equal to IC into 3 plus 2 plus VCE. That is 5 IC plus VC is equal to 20, equation 1. At the saturation point, VC equal to 0. B is equal to 0, that is 5 IC plus 0 is equal to 20. IC is 20 by 5, 4 milliampere. At the cutoff point, IC is equal to 0, therefore BC is 20 volt. Now we consider the base circuit to find the operating point. For base circuit, VC is equal to I1 R1 plus I2 R2. That is VC is equal to I1 plus I1 R1 plus I1 R1. Since I1 is equal to I2, that is I1 is VCC by R1 plus R2, I2 is VCC by R1 plus R2. That we have seen in the theory. That is I1 is 20 by 16 plus 4, 20 by 20, 1 milliampere. That is operating point current, ICQ. I2 is 1 mA, I2 is 1 mA, V2 is I2 R2, that is 1 into 4, that is 4 volt. But V2 is VBE plus IRA, VBE is taken as 0, therefore V2 is IRA. 4 is equal to I into 2, I minus I into 2. That is I is equal to 4 by 2 is equal to 2 mA. I is IC. I is IC. IC is nearly IE. IC is 4 mA. 4 mA. Again, equation 1 becomes 5 into 2 minus VC is 20. VC is 20 minus 10, that is 10 volt. Therefore, Q point VCQ, ICQ is equal to 20 volt 2 mA. 2 mA. 20 volt 2 mA. It is the midpoint of AB. Then AC load line. AC load line, AC load line, we write the voltage VC cutoff. That is VCQ plus ICQ into RAC. ICQ into RAC. ICQ into RAC. There is a slag.